കമ്പാനിയൻ ഡ്രൂ ഹാൻകോക്ക് സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ സിനിമയാണ് ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ച്. ജോഷ് ഐറിസ് എന്നീ ലവേഴ്സിന്റെ കഥയാണ് ഈ പടം പറയുന്നത്. അവർ ഒരു യാത്ര പോകുന്നു, തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ പ്ലോട്ട്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, കാരണം ഈ പടം നന്നായിട്ട് ആസ്വദിക്കണമെങ്കിൽ ഇതിന്റെ ട്രെയിലർ ഒന്നും കാണാതെ, പടത്തെക്കുറിച്ചോ അതിന്റെ പ്ലോട്ടിനെ കുറിച്ചോ ഒന്നും അറിയാതെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെയാണ് കണ്ടത്, ട്രെയിലർ ഒന്നും കണ്ടില്ല. എനിക്കിതിന്റെ ജോണർ മാത്രം എന്താണെന്ന് അറിയാം. അത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ കാണുകയാണെങ്കിൽ മച്ചാനെ പൊളിയായിരിക്കും. സോ ഞാൻ വളരെ സൂക്ഷിച്ച് ഒന്നും സ്പോയിലർ ആക്കാതെയാണ് ഈ വീഡിയോ ചെയ്യാനും ശ്രമിക്കുന്നത്. അപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ പ്ലീസ് സ്പോയിലർ ആക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. പടം നൈസാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് സിനിമ പറയുന്നത്. ഓൾറെഡി ഇതുപോലെ ഒരു പ്ലോട്ടിൽ ഒരു ഹിന്ദി പടം ഈയിടെ വന്നായിരുന്നു, പക്ഷേ എനിക്കത് കാണാൻ തോന്നിയില്ല. സ്ഥിരം ബോളിവുഡ് മസാലയൊക്കെ, അതായത് ഒരു 10-20 പാട്ടൊക്കെ കുത്തി നിറച്ച് ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് അവർ അവതരിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണാഞ്ഞത്. ഇത് സ്ട്രെയിറ്റ് ഓൺ ദ പോയിന്റ് ആണ്. നല്ല മേക്കിംഗ്, നല്ല ലൊക്കേഷൻ, നല്ല പെർഫോമൻസുകൾ, പ്ലോട്ടിന്റെ ആ ഒരു പ്രത്യേകതയെ കൊണ്ട് ചില സിറ്റുവേഷനിൽ നമുക്ക് ചെറിയ ചിരിയൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. മീൻസ് ഡാർക്ക് കോമഡി ടൈപ്പ് ആണ് കേട്ടോ. മെയിൻ ക്യാരക്ടറിൽ വന്ന, പ്രത്യേകിച്ച് ഐറിസ് ആയിട്ട് വന്ന സോഫി താച്ചറിന്റെ കിടു പെർഫോമൻസ്. കഴിഞ്ഞ വർഷം പുള്ളിക്കാരിയെ ഹെറിറ്റിക്കില് ഒരു വെറൈറ്റി റോളിൽ കണ്ടു. അതും ഹൊറർ ആയിരുന്നു. ഇതും കൈൻഡ് ഓഫ് ഹൊറർ ആണ്. നമ്മളിവിടെ ഇങ്ങനെ ഓരോ സ്റ്റാർസിനെ അവർ സ്ഥിരം ചെയ്യുന്ന റോൾ വെച്ച് കളിയാക്കാറില്ലേ. ഇപ്പം സുരേഷ് കൃഷ്ണയെ കൺവിൻസിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിക്കാറില്ല. അതുപോലെ അവിടെയും കൂടുതൽ ഹൊറർ സിനിമകളിലും സീരീസുകളിലും ഒക്കെ അഭിനയിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിയെ വിളിക്കുന്നത് സ്ക്രീം ക്വീൻ എന്നാണ്. കറക്റ്റ് ആയിട്ടുള്ള പേരാണ്. ജോഷ് ആയിട്ട് വന്ന ജാക്ക് വേഡും നൈസ് ആയിരുന്നു. പാട്രിക് ആയിട്ട് വന്ന ലൂക്കാസ് ഗേജിന്റെ പെർഫോമൻസും എടുത്തു പറയണം. പിന്നെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിൽ വന്ന എല്ലാ താരങ്ങളും നല്ല പെർഫോമൻസ് ആണ്. അങ്ങനെ പറയാൻ മാത്രം ഒരുപാട് പേരൊന്നും ഇല്ല. ആകെ 3-4 ക്യാരക്ടേഴ്സേ പടത്തിലുള്ളൂ. എലി ബോണിന്റെ ക്യാമറ, പ്രത്യേകിച്ച് ആ ഒരു ലൊക്കേഷൻ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. കിടിലൻ വിഷ്വൽസ് ആണ് പടത്തിലുള്ളത്. പടത്തിന്റെ എഡിറ്റിംഗും VFXും കൊള്ളാം. സ്കോർ ഒക്കെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. ഋഷികേഷ് ഹർവേ ആണ് ഇതിന്റെ മ്യൂസിക്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വംശജനാണെന്ന് സംശയമുണ്ട്. ഇതിൽ മറ്റൊരു ഇന്ത്യൻ വംശജ കൂടിയുണ്ട്. ക്യാറ്റ് എന്ന റോളിൽ അതൊരു മെയിൻ ക്യാരക്ടറാണ്. അതിൽ വന്ന മെഗാൻ സൂരി എന്ന് പറയുന്ന നടി. നെഗറ്റീവ്സ് പറഞ്ഞാൽ പടം ചിലയിടങ്ങളിലൊക്കെ അല്പം പ്രഡിക്റ്റബിൾ ആയിട്ട് മാറുന്നുണ്ട്. എവിടെയൊക്കെയോ നമ്മുടെ രജനീകാന്തിന്റെ ഒരു സിനിമയുടെ ചില ഭാഗങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. നിങ്ങൾക്കും ഓർമ്മ വരും പടം കാണുമ്പോൾ. എന്തായാലും പടത്തിന്റെ ഒരു നരേഷൻ കൊണ്ട് നമ്മളെ സിനിമ തീരുന്നത് വരെ പിടിച്ചിരുത്തുന്നുണ്ട്. ആകമത്തിന്റെ ടോട്ടലിൽ ഒരു നല്ല സൈഫൈ ത്രില്ലറാണ്. ഞാൻ പറഞ്ഞതുപോലെ ട്രെയിലർ ഒന്നും കാണാതെ, പ്ലോട്ടൊന്നും നോക്കാതെ, ഇതിന്റെ മറ്റു റിവ്യൂസ് ഒന്നും കാണാതെ പടം കണ്ടാൽ ട്വിസ്റ്റുകളൊക്കെ നല്ല രസമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചില റിവ്യൂസിലൊക്കെ കറക്റ്റ് പടത്തിന്റെ സ്റ്റോറി മിക്കതും പറയുന്നുണ്ട്. സോ അത് കാണാതിരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ മാസം പടം തിയേറ്ററുകളിൽ റിലീസായി ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നോക്കുക. 1 മണിക്കൂർ 35 മിനിറ്റ് മാത്രമേ പടത്തിന് ദൈർഘ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ദയവായിട്ട് സ്പോയിലേഴ്സ് ഇല്ലാതെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.